വടകര മണ്ഡലത്തിൽ പി ജയരാജന്റെ പ്രചാരണം ആവേശകരമായി മുന്നേറുന്നു. കുട്ടൻ ചേർന്ന് വിശദാംശങ്ങൾ നൽകാനായി. കുട്ടൻ, എങ്ങനെയാണ് വടകര മണ്ഡലത്തിലെ അവസാന നിമിഷങ്ങളിലെ പ്രചാരണം? വളരെ ആവേശകരമായ രീതിയിലാണോ കൊട്ടിക്കലാശത്തിലേക്ക് വടകരയിൽ ഇടതുമുന്നണി നീങ്ങുന്നത്? എന്താണ് അവസാന നിമിഷങ്ങളിലെ കാഴ്ചകൾ? സമഗ്രമായ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഏറ്റവും പ്രധാനമായി ഇന്ന് കൊട്ടിക്കലാശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളുമായി ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ കൂടി കടന്നു പോകുന്ന സമഗ്രമായ രീതിയിലുള്ള പദ്ധതികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ഒടുവിൽ വൈകുന്നേരം സമാപനമായി ആഘോഷമായ രീതിയിലുള്ള കൊട്ടിക്കലാശം. വടകരയിലും ആവേശകരമായ രീതിയിലുള്ള അവസാനവട്ട പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പി ജയരാജന്റെ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വടകരയെ അക്ഷരാർത്ഥത്തിൽ വടകരയുടെ ഓരോ വഴിത്താരകളെയും അക്ഷരാർത്ഥത്തിൽ ചുവപ്പണിയിച്ചുകൊണ്ടാണ് പി ജയരാജന്റെ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ സമഗ്രമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ് മുന്നണികൾ. ഈ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷം വൈകുന്നേരം കൊട്ടിക്കലാശത്തിന്റെ ആവേശ കാഴ്ചകളിലേക്കാണ് രാഷ്ട്രീയ കേരളം കടക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 1.5 മാസത്തോളം നീണ്ട വലിയ ചൂടൻ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊടുവിൽ ആവേശകരമായ കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നതിന്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മുന്നണികളും വളരെ ആവേശത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഏറ്റവും ആവേശകരമായി ആഘോഷത്തോടെ കൊട്ടിക്കലാശം നടത്താനുള്ള ഒരുക്കങ്ങളും ഒരു വശത്ത് തകൃതിയായി നടക്കുന്നു, മറുവശത്ത് റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളുമായി സ്ഥാനാർത്ഥികളും സമഗ്രമായി മുന്നേറുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തിൽ ഏറ്റവും ആവേശകരമായ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 20 മണ്ഡലങ്ങളിലും സമഗ്രമായ രീതിയിൽ സ്ഥാനാർത്ഥികൾ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ വിവിധ പ്രചരണ പരിപാടികളുമായി അവസാന മണിക്കൂറുകളാണ് പരസ്യ പ്രചരണത്തിന്റെ. അതിലേക്ക് കടന്നിരിക്കുകയാണ്. അത് സമഗ്രമായ രീതിയിൽ, ആഘോഷമായ രീതിയിൽ തന്നെ അതിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രവർത്തകരും ഇറങ്ങുന്ന കാഴ്ച വളരെ ആവേശത്തോടെയാണ് രാഷ്ട്രീയ കേരളം നോക്കി നിൽക്കുന്നത്. ഇതിനുശേഷം വൈകിട്ട് കൊട്ടിക്കലാശത്തിന്റെ ആവേശ കാഴ്ചകൾ ബാക്കി നിൽക്കുന്നു. ഒരുപക്ഷെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് കൊട്ടിക്കലാശത്തിന്റെ ആവേശം കാണാൻ വേണ്ടി തന്നെയായിരിക്കും. അതിനുശേഷം നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നു. ഏകദേശം ഒരു മാസം മിച്ചം നീണ്ട വലിയ ഒരു പ്രക്രിയയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത്. അതിന്റെ കനത്ത വെയിലിനെ ഒക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഇപ്പോൾ നമുക്ക് വടകരയിലെ വിശദാംശങ്ങളിലേക്ക് തിരികെ എത്താം. അതിനു മുമ്പ് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക് കൂടി നമുക്ക് പോകാം. ആലപ്പുഴയിൽ അവസാനവട്ട പ്രചരണത്തിലാണ്. ഏതായാലും ഷാജഹാൻ നൽകും വിശദാംശങ്ങൾ. ഷാജി, ആലപ്പുഴയിലെ അവസാനവട്ട തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ എന്താണ്? പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആവേശകരമായ ഒരു പ്രചരണമാണോ നമുക്ക് ഈ നിമിഷങ്ങളിൽ അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്? തീർച്ചയായിട്ടും മനു, ആരിഫിന്റെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു പരസ്യ പ്രചരണത്തിന്റെ സമാപനമാണ്, അതിന്റെ തുടക്കമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടി വയനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും നാടിന് വേണ്ടി പോരാടി ജീവൻ പണയപ്പെടുത്തിയ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വയനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ആരിഫിന്റെ പര്യടനത്തിന് ഇന്ന് തുടക്കം കുറിച്ചത്. ഡോക്ടർ തോമസ് ഐസക്കാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പര്യടനം ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ ചേർത്തല മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ ആരിഫിന്റെ വാഹന വ്യൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് ആരിഫിന്റെ റോഡ് ഷോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് തീരദേശ മേഖലയെ ഇറക്കി മറിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷെ ഇന്ന് കിഴക്കൻ മേഖലയിലൂടെയുള്ള ഒരു റോഡ് ഷോ ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ആയിരക്കണക്കിന് വരുന്ന ആളുകളുടെ ആശീർവാദം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ ആരിഫിന്റെ നേതൃത്വത്തിൽ ഈ റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ ചേർത്തലയിൽ നിന്ന് ആരംഭിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് അമ്പലപ്പുഴ മണ്ഡലത്തിൽ പ്രവേശിക്കും. വൈകുന്നേരം ആലപ്പുഴ നഗര ഹൃദയത്തിൽ തന്നെ ആയിരിക്കും ഈ പര്യടനത്തിന് സമാപനം കുറിക്കുക 6 മണിയോടുകൂടി. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഡോക്ടർ തോമസ് ഐസക് ജീപ്പിന്റെ മുൻഭാഗത്ത് തന്നെയുണ്ട്. തൊട്ടു പുറകിലായിട്ട് എം ആരിഫുണ്ട്. എം ആരിഫ് ജനങ്ങളെ ആശീർവദിച്ചുകൊണ്ടും അല്ലെ ജനങ്ങളുടെ ആശീർവാദം ഏറ്റുവാങ്ങിക്കൊണ്ടും ഒക്കെ തന്നെയാണ് എം ആരിഫ് തുറന്ന ജീപ്പിൽ ഇപ്പോൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചേർത്തല താലൂക്കിന്റെ വടക്ക് മേഖലയിലാണ് ഇപ്പോൾ ആരിഫിന്റെ റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം അമ്പലപ്പുഴ താലൂക്കിൽ പ്രവേശിക്കും. ഉച്ചയോടുകൂടി അമ്പലപ്പുഴ താലൂക്കിൽ പ്രവേശിക്കുന്ന റോഡ് ഷോ അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തും. അതിനുശേഷമായിരിക്കും
വൈകിട്ട് 5 മണിയോടുകൂടി ആലപ്പുഴ നഗരത്തിലെത്തുക. എന്തായാലും വളരെയധികം ആവേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ റോഡ് ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനു, തീർച്ചയായും ഷാജി, ഒരുപക്ഷേ റോഡ് ഷോ വളരെ ആവേശകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് വൈകുന്നേരത്തെ കൊട്ടിക്കലാശത്തിന്റെ ആവേശ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതിന് ആലപ്പുഴയിൽ ഏത് രീതിയിലുള്ള സംവിധാനങ്ങളാണ്, ഏതൊക്കെ സ്ഥലങ്ങളാണ് അതിനുവേണ്ടി അനുവദിക്കപ്പെട്ടിരിക്കുന്നത്, എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് കൊട്ടിക്കലാശത്തിന് വേണ്ടി അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? മനു, വളരെയധികം ആവേശകരമായ ഒരു കൊട്ടിക്കലാശത്തിനാണ് ഇടതുപക്ഷവും UDF-ഉം അതോടൊപ്പം തന്നെ BJP-യും ഒക്കെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത്. ആലപ്പുഴ മുല്ലക്കൽ തെരുവിലാണ് BJP-യുടെ കൊട്ടിക്കലാശം നടക്കുന്നത്. UDF-ന്റെയും LDF-ന്റെതും ആലപ്പുഴ സക്രിയ ബസാർ, അതായത് ഒരു 100 മീറ്റർ വ്യത്യാസത്തിലാണ് ഇരുവർക്കുമുള്ള കൊട്ടിക്കലാശത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിലുള്ള കൊട്ടിക്കലാശം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതെയാണ് ഇതുവരെ ഇത്തരത്തിലുള്ള കൊട്ടിക്കലാശങ്ങൾ അടുത്തടുത്ത് നടന്നിട്ടുള്ളത്. ഇത്തവണയും അത്തരത്തിൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുവെങ്കിൽ പോലും കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് യാതൊരുവിധ അലങ്കോലവും സംഭവിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശത്തിനാണ് തയ്യാറെടുപ്പുകൾ നടത്തി വരുന്നത്. 10,000-കണക്കിന് വരുന്ന LDF-ന്റെ പ്രവർത്തകർ ഇതിനായിട്ട് ഇന്ന് ഉച്ചയോടുകൂടി ആലപ്പുഴ നഗരത്തിലേക്ക് എത്തിച്ചേരും. എന്തായാലും ആരിഫിന്റെ പ്രചരണ രംഗത്ത് തന്നെ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള ആരിഫ് ഈ കൊട്ടിക്കലാശത്തിലും അത്രത്തോളം മുന്നേറ്റം പോയി എന്ന് വേണം നമുക്ക് പറയേണ്ടത്. നമുക്കറിയാം, UDF സ്ഥാനാർത്ഥി ഏറ്റവും ഒടുവിലായിട്ടാണ് മണ്ഡലത്തിലെത്തിയത്. കാര്യം സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് വളരെയധികം ആശങ്കകൾ നിലനിന്നു. അവർ വയനാടിന് വേണ്ടി സീറ്റ് അഭ്യർത്ഥിച്ചു. പക്ഷേ വയനാട് കിട്ടാത്ത ഒരു സാഹചര്യത്തിലൊടുവിൽ അവർ ആലപ്പുഴയിൽ വന്നെത്തിച്ചേരുകയായിരുന്നു. എങ്കിൽ പോലും അവർ 2ാം ഘട്ട പ്രചരണം മണ്ഡലത്തിൽ പൂർത്തീകരിച്ചു വരുന്നു. ആരിഫാകട്ടെ മണ്ഡലത്തിൽ വളരെയധികം മേൽക്കൈ പുലർത്തിക്കൊണ്ടാണ് ഇപ്പോൾ തന്റെ പ്രചരണവുമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഷാജി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആരിഫിന്റെ റോഡ് ഷോയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള പരസ്യ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലുള്ള റോഡ് ഷോയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ചേർത്തലയിൽ നിന്നും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ജനക്കൂട്ടത്തിന്റെ അകമ്പടിയോടെ ആവേശത്തോടെയാണ് ആ റോഡ് ഷോ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെ മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ആവേശകരമായ രീതിയിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. പരസ്യ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. അതിന്റെ സമഗ്രമായ വിവരങ്ങളാണ് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ തത്സമയ ദൃശ്യങ്ങളിലൂടെ അടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമഗ്രമായ ചിത്രങ്ങളിലേക്ക് തന്നെ തിരികെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ മധ്യ കേരളത്തിലെ പ്രചരണത്തിന്റെ വിശേഷങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, എങ്ങനെയാണ് മധ്യ കേരളത്തിൽ പരസ്യ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടിട്ട് അടക്കമുള്ള പ്രധാനപ്പെട്ട മുന്നണികളുടെയും ഒപ്പം തന്നെ പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലെ പദ്ധതികൾ ഏതൊക്കെ രീതിയിലാണ്? മനു, കൊട്ടിക്കലാശം ഏതായാലും കൊഴുപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ 3 മുന്നണികളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതിനകം തന്നെ ചില സ്ഥാനാർത്ഥികൾ വിവിധയിടങ്ങളിൽ നിന്ന് റോഡ് ഷോകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റോഡ് ഷോകളെല്ലാം നഗര കേന്ദ്രീകൃതമായി ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ സംഗമിച്ചതിന് ശേഷം വലിയ ആവേശത്തോടു കൂടി കൊട്ടിക്കലാശം പൂർത്തിയാക്കാനാണ് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളുടെയും ഒക്കെ തീരുമാനം. അതുകൊണ്ട് തന്നെ വലിയ ആവേശമായിരിക്കും ഇനി വരും മണിക്കൂറുകൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാം ഈ കൊട്ടിക്കലാശത്തിന്റെ റോഡ് ഷോയ്ക്കൊപ്പം അണിചേർന്നിട്ടുമുണ്ട്. ആ ദൃശ്യങ്ങളെല്ലാം നമുക്ക് തത്സമയം നൽകാനും കഴിയും. ഏതായാലും മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 7 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. 7 ലോക്സഭാ മണ്ഡലങ്ങളിലും അങ്ങേയറ്റം വാശിയേറിയ മത്സരം നടന്ന ലോക്സഭാ മണ്ഡലങ്ങൾ തന്നെയാണ് 7 എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തെക്ക് മാവേലിക്കര മുതൽ വടക്ക് തൃശ്ശൂർ വരെ ഈ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടത് വലതു മുന്നണികൾ തമ്മിൽ നേരിട്ട് ഫൈറ്റ് നടന്ന മണ്ഡലങ്ങളാണ്. BJP കാര്യമായ സാന്നിധ്യം അറിയിക്കാത്ത മണ്ഡലങ്ങളാണിത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം മാത്രമാണ് BJPക്ക് എടുത്തു പറയാവുന്നത്. എറണാകുളത്ത് BJPയുടെ അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രി മത്സരരംഗത്തെത്തിയെങ്കിലും യാതൊരു ചലനവും പ്രചരണ രംഗത്തോ മറ്റും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പൊതുവിൽ പറഞ്ഞാൽ എറണാകുളം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മധ്യ കേരളത്തിലെ മണ്ഡലം എന്ന് പറയുന്നത്. എറണാകുളത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. നഗര കേന്ദ്രീകൃതമായ വികസനം പ്രധാനമായ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് തന്നെ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം വികസനത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പി രാജീവ് LDF സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ഉണ്ടായ കാര്യങ്ങളാണ്. മാത്രമല്ല, അദ്ദേഹം രാജ്യസഭാ അംഗമായിരിക്കെ മണ്ഡലത്തിലുടനീളം നടത്തിയ ചില പ്രവർത്തനങ്ങൾ, രാജ്യസഭയിലെ പ്രവർത്തനങ്ങൾ ഒക്കെ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണമാണ് തുടക്കത്തിൽ LDF നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും വ്യക്തിപരമായ ബന്ധങ്ങളും ഒക്കെ വോട്ടാക്കി മാറ്റാൻ LDF പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയം കാണും എന്ന് തന്നെയാണ് രാഷ്ട്രീയത്തിന് അതീതമായ വിലയിരുത്തലുമുള്ളത്. ഒപ്പം തന്നെ ശക്തമായ പോരാട്ടമാണ് ഹൈബി കാഴ്ചവെക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം UDFന്റെ രാഷ്ട്രീയമായി മേൽക്കോയ്മ അവകാശപ്പെടാൻ കഴിയുന്ന രാഷ്ട്രീയ ചരിത്രമുള്ള മണ്ഡലമാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഹൈബി എറണാകുളം നഗരത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും സിറ്റിംഗ് MLA യുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരുപാട് ബന്ധങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്.
രണ്ട് വ്യക്തിപരമായ ഒരുപാട് ബന്ധങ്ങളുള്ള രണ്ടുപേർ നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയത്തിനപ്പുറം ഈ മണ്ഡലത്തിന്റെ ഒരു കൗതുകം എന്ന് തന്നെ പറയുന്നത്. പക്ഷേ പി രാജീവ് ഉയർത്തുന്ന ആ വലിയ സൗഹൃദ വലയമുണ്ട്. ആ സൗഹൃദ വലയം രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറും. പക്ഷേ ഹൈബിക്ക് സാമുദായികമായ ചില അനുകൂല ഘടകങ്ങളുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ആ അനുകൂല ഘടകങ്ങൾ വോട്ടായി മാറിയാൽ ഹൈബിയെ ആയിരിക്കും തുണയ്ക്കുക. അതുകൊണ്ട് തന്നെ സങ്കീർണമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം, തെരഞ്ഞെടുപ്പ് ചിത്രം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും വികസനം തന്നെയാണ് എറണാകുളത്ത് ചർച്ചയായ മണ്ഡലം. ആ വികസനം സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികൾ, അതിൽ രാജീവിന്റെ പങ്കാളിത്തം, അതിൽ ഇടപെടലുകൾ ഒക്കെ ചർച്ചയായിട്ടുണ്ട്. അതിലൊക്കെയാണ് LDFന്റെ പ്രതീക്ഷ. ഓരോ വോട്ടറെയും നേരിട്ട് സംസാരിക്കാനോ അറിയാനും കഴിയുന്നത്ര വ്യക്തിബന്ധം മണ്ഡലത്തിലുടനീളം രാജീവിനുണ്ട്. പക്ഷേ ഹൈബിക്കുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് എറണാകുളം നഗര കേന്ദ്രീകൃതമായ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജനപ്രതിനിധി MLA ആയി എന്നതാണ് ഹൈബിയുടെ ജനപ്രിയത. പക്ഷേ നമുക്കറിയാം വിശാലമായ 7 നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്നതാണ് എറണാകുളം എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം. അപ്പം മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഹൈബിയുടെ വ്യക്തിപരമായ ബന്ധത്തിന്റെ ആഴം എത്രമാത്രമാണ് എന്നതിൻ്റെയൊക്കെ ഒരു അളവുകോലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. രാജീവിനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ ജില്ലാ സെക്രട്ടറി ആയി ദീർഘകാലം പ്രവർത്തിച്ചു. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററാണ്, മുൻ രാജ്യസഭാ അംഗമാണ്. അങ്ങനെ ഒരുപാട് പ്ലസ് പോയിന്റുകൾ രാജീവിനുണ്ട്. അത് വ്യക്തിബന്ധങ്ങളാണ്. രാഷ്ട്രീയത്തിന് അതീതമായ സാംസ്കാരിക മേഖലയിലും ചലച്ചിത്ര മേഖലയിലുമുള്ള പ്രമുഖരുമായുള്ള അടുപ്പമാണ്. ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരുമായുള്ള ഇഴചേർന്ന ബന്ധമാണ്. അതൊക്കെയാണ് രാജീവിന്റെ പ്ലസ് പോയിന്റ്. മറിച്ച് ഹൈബിയെ സംബന്ധിച്ചിടത്തോളവും ഹൈബിയുടെ പിതാവ് ജോർജ് ഈഡൻ മുതൽ ഈ മണ്ഡലത്തിലെ വോട്ടർമാരുമായിട്ടുള്ള ബന്ധമുണ്ട് ഹൈബിക്ക്. അതും കുറച്ച് കാണാനാവില്ല. ഹൈബിക്ക് രാഷ്ട്രീയമായി മേൽക്കൈയുണ്ട് UDFന്റെ മണ്ഡലം എന്ന നിലയ്ക്ക്. സാമുദായികമായ ചില ഘടകങ്ങളും ഹൈബിക്ക് അനുകൂലമാണ്. അങ്ങനെ സങ്കീർണമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ചിത്രം. പ്രധാനമായി അടിവരയിട്ട് പറയേണ്ട കാര്യം BJPയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. BJPയുടെ അൽഫോൺസ് കണ്ണന്താനം ഏറ്റവും ഒടുവിൽ ഇവിടെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്തെങ്കിലും വലിയ ഇളക്കമൊക്കെ മണ്ഡലത്തിൽ സൃഷ്ടിക്കുമെന്ന് അവകാശപ്പെട്ടെങ്കിലും പ്രചരണ രംഗത്ത് കാര്യമായ പ്രതിഫലനം അതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. BJPയുടെ വോട്ടിൽ വലിയൊരു ഷെയർ മറ്റെവിടേക്കോ അറിയും എന്നൊരു പ്രതീതി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളതും പ്രശ്നമാണ്. കാരണം BJPയുടെ വോട്ട് ബാങ്കിൽ വോട്ടിൻ്റെ ഷെയറിൽ വലിയ കുറവ് ഇക്കുറി ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം AN രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ നേടിയതിനേക്കാൾ കുറഞ്ഞ വോട്ടിലേക്ക് ഒരു പക്ഷേ എറണാകുളത്ത് അൽഫോൺസ് കണ്ണന്താനം പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ ആ വർദ്ധിക്കാതിരുന്ന വോട്ട് മാത്രമല്ല, കുറയുന്ന വോട്ടും ഏത് പാളയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ UDFുമായി രഹസ്യമായ ധാരണയോ ബന്ധമോ ഉണ്ടോ എന്നൊക്കെയുള്ള സംശയം മണ്ഡലത്തിൽ ഉടനീളം രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലുണ്ട്. അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് കൗണ്ടിങ്ങിന് ശേഷം വോട്ടിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് മാത്രമേ പറയാൻ കഴിയൂ. പക്ഷേ ചില പിന്നാമ്പുറ കഥകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അത് സാമുദായികമാണ്, ഒപ്പം തന്നെ BJP വോട്ടുകളുടെ ചോർച്ചയാണ്. അതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ കഴിയൂ. അതുകൊണ്ട് എറണാകുളം വലിയ തോതിൽ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ശ്രദ്ധ നേടിയ ഒരു മണ്ഡലം തന്നെയാണ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഇരു മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സമാനമായ രീതിയിൽ തന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു മണ്ഡലമാണ് മധ്യ കേരളത്തിലെ കോട്ടയം ലോക്സഭാ മണ്ഡലം. കോട്ടയം ലോക്സഭാ മണ്ഡലം തുടക്കത്തിൽ തന്നെ പ്രശ്നം സൃഷ്ടിച്ച ഒരു മണ്ഡലമാണ്. കാരണം UDFന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ അസ്വാരസ്യങ്ങൾ ദിവസങ്ങളോളം നീണ്ടുനിന്നതോടെ കേരള കോൺഗ്രസിന് സീറ്റാണെങ്കിൽ പോലും അത് തനിക്ക് മത്സരിക്കണമെന്ന് ആവശ്യമായി കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് രംഗത്തെത്തി. പക്ഷേ മാണി വിഭാഗത്തിൻ്റെതായിരുന്നു സീറ്റ്. ജോസ് കെ മാണി മത്സരിച്ച മണ്ഡലമാണ്. ജോസ് കെ മാണി ലോക്സഭാ അംഗമായിരിക്കെ 1 വർഷത്തിൽ താഴെ കാലാവധി ശേഷിക്കെ അത് ഉപേക്ഷിച്ച് മണ്ഡലം ഉപേക്ഷിച്ച് രാജ്യസഭയിലേക്ക് പോയി എന്നതടക്കമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ജോസ് കെ മാണി PJ ജോസഫ് സീറ്റ് ചോദിക്കുന്നു. ജോസ് കെ മാണി അതിനെതിരെ നിൽക്കുന്നു. ജോസ് കെ മാണിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട തോമസ് ചാഴികാടനെ മത്സരരംഗത്ത് എത്തിക്കുന്നു. അതിനോട് PJ ജോസഫ് എതിരഭിപ്രായം പറയുന്നു. അങ്ങനെ സങ്കീർണമായ ഒരു തുടക്കമായിരുന്നു UDFനുണ്ടായിരുന്നത്. അതിനിടയിൽ പ്രചരണ രംഗത്ത് തോമസ് ചാഴികാടൻ ഏതാണ്ട് വാസവനൊപ്പം ഓടിയെത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് KM മാണിയുടെ ആകസ്മികമായ നിര്യാണം. അതടക്കമുള്ള വിഷയങ്ങൾ UDFന് അനുകൂലമായ ഒരു വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്ന് UDFും പരീക്ഷിച്ചു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സുരേഷ് കുറുപ്പ് അടക്കമുള്ള ഇടത് സ്ഥാനാർത്ഥികൾ പലതവണ വിജയിച്ചിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം. അതായത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം. കേരളത്തിൽ LDFന് 20-ൽ കേവലം 3 സീറ്റ് മാത്രം ലഭിച്ച 84-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് ഇന്ദിരാ തരംഗത്തിൽ LDF ആടിയുലഞ്ഞ് UDF വലിയ മേൽക്കൈ നേടിയ 84-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് കുറുപ്പ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കെ അട്ടിമറി വിജയം നേടിയ ഒരു മണ്ഡലമാണ് കോട്ടയം.
അതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങൾക്കും വ്യക്തിപ്രഭാവങ്ങൾക്കും വ്യക്തിപരമായ ബന്ധങ്ങൾക്കും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന വോട്ടർമാരാണ് കോട്ടയത്തെ ഉള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ VN വാസവന് വലിയ മെറിറ്റ് അക്കാര്യത്തിലുണ്ട്. കാരണം കഴിഞ്ഞ 4-4.5 പതിറ്റാണ്ടുകാലമായി കോട്ടയം നഗരത്തിന്റെയും കോട്ടയം ജില്ലയുടെയും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെയും ആകമാനം രാഷ്ട്രീയ ചിത്രത്തിൽ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് VN വാസവൻ. CPM-ന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക്, നിരവധി സഹകരണ സംഘങ്ങളുടെ അധിപൻ എന്ന നിലയ്ക്ക്, ജില്ലാ സഹകരണ ബാങ്കിന്റെ അടക്കം മേധാവി എന്ന നിലയ്ക്ക് ഒട്ടനവധി വ്യക്തിബന്ധങ്ങൾ VN വാസവൻ ആ മണ്ഡലത്തിലുണ്ട്. ഒപ്പം കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന്, നഗരത്തിൽ നിന്ന് അദ്ദേഹം ഒരു ടൈമിൽ MLA ആയിരുന്നു. അതടക്കം ഒരുപാട് മെറിറ്റുകൾ വാസവനുണ്ട്. കോട്ടയത്തിന്റെ പിൻചരിത്രം പരിശോധിച്ചാൽ ആ വ്യക്തിബന്ധങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന രാഷ്ട്രീയ ചരിത്രമുള്ള ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം VN വാസവന്റെ ഈ വ്യക്തിപ്രഭാവവും വ്യക്തിബന്ധങ്ങളും LDF-ന് അധിക മുതൽക്കൂട്ടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സമാനമായ രീതിയിൽ തന്നെ തോമസ് ചാഴികാടിന് കുടുംബ ബന്ധങ്ങളുണ്ട്, സാമുദായിക ബന്ധങ്ങളുണ്ട്. ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 3 പ്രാവശ്യം അദ്ദേഹം കോഴിക്കോട് നിന്നും ജോഷിലെയുമുണ്ട്. ആദ്യം നമുക്ക് പ്രശാന്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. പ്രശാന്ത്, എന്താണ് കോട്ടയം മണ്ഡലത്തിലെ അവസാന നിമിഷങ്ങളിലെ കാഴ്ചകൾ? എങ്ങനെയാണ് പരസ്യപ്രചരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നടക്കുന്നത്? ഒപ്പം തന്നെ കൊട്ടിക്കലാശം ആഘോഷമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. എന്താണ് പ്രശാന്ത് നമുക്ക് കാണാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പിന്റെ ആവേശ കാഴ്ചകൾ? തീർച്ചയായും മനു, 42 ദിവസം നിന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കുള്ള കൊട്ടിക്കലാശത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൊട്ടിക്കലാശം പ്രധാനമായും നടക്കുന്നത് കോട്ടയം നഗരം കേന്ദ്രീകരിച്ച് തന്നെയാണ്. 3 മുന്നണികൾക്കും കൊട്ടിക്കലാശത്തിനും തങ്ങളുടെ പ്രകടനം നടത്തുന്നതിനെല്ലാം വേണ്ടി സ്ഥലം കൃത്യമായ രീതിയിൽ തന്നെ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. കോട്ടയം സെൻട്രൽ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് തന്നെയാണ്, ഗാന്ധി പ്രതിമയെടുത്ത് കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രചരണത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോട്ടയത്ത് മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ സ്ഥാനാർത്ഥിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ മണ്ഡലത്തിൽ ഉടനീളം 8ഉം 9ഉം റൗണ്ടുകൾ നേരിട്ട് വോട്ടർമാരെ കാണാനുള്ള സൗകര്യം സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഓരോ വോട്ടർമാരെയും, പ്രത്യേകിച്ച് നഗരം മുതൽ ഗ്രാമങ്ങൾ അടക്കമുള്ള പ്രദേശങ്ങളിലെ ഓരോ വോട്ടർമാരെയും നേരിൽ കാണുന്നതിനുള്ള ഒരു വലിയ തരത്തിലുള്ള ഒരു ഭഗീരഥ പ്രയത്നം LDF സ്ഥാനാർത്ഥി VN വാസവൻ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വോട്ടായി മാറും എന്നുള്ള ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ജനകീയ ഇടപെടലുകളെല്ലാം തന്നെ സജീവ ചർച്ചയായി കഴിഞ്ഞു. 42 ദിവസം നീണ്ട വലിയ ഒരു പ്രവർത്തനത്തിലൂടെ തന്നെ എല്ലാവരിലേക്കും എത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ് LDF-നെ സംബന്ധിച്ച് വലിയ ഒരു മുൻതൂക്കം നൽകുന്ന ഘടകം. അവർ പ്രചരണ രംഗത്ത് പ്രധാനമായും ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഈ ഒരു മണ്ഡലം കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഒരു നാഥനില്ലാത്ത മണ്ഡലമായി മാറിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക്, കാലാവധി തീരുന്നതിന്റെ അവസാന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധി ഈ മണ്ഡലം ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യമെല്ലാം തന്നെ പ്രചരണ രംഗത്ത് വലിയ തരത്തിൽ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ പ്രധാനമായും നിൽക്കുന്നത് കർഷകർ അടങ്ങുന്ന ഒരു മണ്ഡലമാണ്. ഈ കർഷക മണ്ഡലത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ യഥാസമയം അവതരിപ്പിക്കാൻ ഒരു ജനപ്രതിനിധി ഇല്ലാതെ പോയതിന്റെ അടക്കമുള്ള വിഷയങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതെല്ലാം തന്നെ വലിയ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചിട്ടുണ്ട്. മാത്രമല്ല, പ്രളയം നേരിട്ട ഒരു പ്രദേശം കൂടിയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. ആ പ്രളയകാലത്ത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള VN വാസവൻ അടക്കമുള്ളവർ അന്ന് ജില്ലാ സെക്രട്ടറി ചുമതല വഹിച്ചിരുന്ന ജില്ലാ സെക്രട്ടറി ആയിരുന്നു CPM-ന്റെ. ആ ഒരു കാലഘട്ടത്തിലെല്ലാം തന്നെ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ എല്ലാം തന്നെ വലിയ ഒരു ചർച്ച തന്നെയാണ്. കാരണം അഹോരാത്രം എല്ലാം തന്നെ പണിയെടുത്തുകൊണ്ട് ഇവിടെ എല്ലാ പ്രളയ ബാധിത പ്രദേശങ്ങളിലേക്ക് പലരും കടന്നു ചെല്ലാൻ മടിച്ചിരുന്നപ്പോൾ, ജനപ്രതിനിധികൾ പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ കടന്നു ചെല്ലുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അഭയം ചാരിറ്റബിൾ സൊസൈറ്റി അടക്കമുള്ളത് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയെല്ലാം ചെയ്തു. ഇതെല്ലാം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു പ്ലസ് പോയിന്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അപ്പുറത്താകട്ടെ, വികസനം ഉയർത്തുക എന്നുള്ള ഒരു തുടക്കത്തിൽ വികസന പ്രശ്നങ്ങൾ ഉയർത്തുക എന്നുള്ളതായിരുന്നു UDF ഉന്നയിച്ചിരുന്നതെങ്കിൽ ഈ മണ്ഡലത്തിൽ പ്രധാനമായും ഉയർത്തിക്കെട്ടാനുള്ള, ലാൻഡ്മാർക്കായി ഉയർത്തിക്കെട്ടാനുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയാത്തതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വീഴ്ച. അതുകൊണ്ട് തന്നെ വികസനം എന്നുള്ളത് മാറ്റിവെച്ച് സഹതാപം എന്ന തരത്തിലേക്ക് അവസാന റൗണ്ടിലേക്ക് UDF എത്തിയിരിക്കുന്നു. സഹതാപം എന്ന തരത്തിലേക്ക് വോട്ടുകൾ കൊയ്യാനുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. പക്ഷേ UDF-നകത്തും അതുപോലെ നിൽക്കുന്ന പടലപ്പിണക്കങ്ങൾ, പ്രത്യേകിച്ച് PJ ജോസഫ് അടക്കമുള്ളവർ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചതും UDF-നുള്ളിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചു. മാത്രവുമല്ല, ഇതിനു മുമ്പ് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില വിഷയങ്ങളുടെ ഭാഗമായി KM മാണി അടക്കമുള്ളവർ UDF വിട്ട് പുറത്തേക്ക് പോയിരുന്ന സാഹചര്യത്തിൽ പരസ്പരം ഉള്ള പോരുകൾ, പ്രത്യേകിച്ച് തങ്ങളെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയത് കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്നുള്ള ജോസ് കെ മാണിയുടെ അടക്കമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഈ മണ്ഡലത്തിൽ വളരെയധികം ചർച്ചയാകുന്നുണ്ട്. അതേസമയം
അതേസമയം കോൺഗ്രസ് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കൾ ഇനി സാർ, അതായത് കെ എം മാണി അടക്കമുള്ള നേതാക്കൾ ഇനി സാർ അല്ല എന്നും വെറും കെ എം മാണിയാണെന്നും അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ചില കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്നു. അതടക്കം ഈ ഒരു സാഹചര്യത്തിൽ ചർച്ചയായി നിലനിൽക്കുന്നു. എന്തായാലും ഒരു ശുഭപ്രതീക്ഷ തന്നെ ഉണ്ട്. ഈ കോട്ടയം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ 16 തവണ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 6 തവണയും അട്ടിമറിയോടൊപ്പം തന്നെ ഇടതുപക്ഷത്തോടൊപ്പം നിലകൊണ്ട മണ്ഡലമാണ് ഈ കോട്ടയം. അതുകൊണ്ട് തന്നെ കോട്ടയം ഒരു കൃത്യമായ പുസ്തക മണ്ഡലമാണ്, ആരുടെയും എന്ന് പറയാൻ സാഹചര്യമല്ല. കാര്യങ്ങൾ നിൽക്കുമ്പോൾ തന്നെ തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഈ അവസാന നിമിഷങ്ങളിലെ കോട്ടയത്തിന്റെ രാഷ്ട്രീയ മനസ്സ് നമുക്ക് എങ്ങനെ കണക്ക് കൂട്ടാൻ കഴിയും? പ്രധാനമായും ആദ്യം കേരള കോൺഗ്രസിൽ തുടക്കം മുതൽ പി ജെ ജോസഫിന്റെ പേരിൽ ഉണ്ടായ വിഷയങ്ങൾ അത് ഏകദേശം ഒന്ന് പരിഹരിക്കപ്പെട്ടു വരുമ്പോൾ ആകസ്മികമായി ഉണ്ടായ കെ എം മാണിയുടെ നിര്യാണം അടക്കമുള്ള കാര്യങ്ങൾ, വി എൻ വാസവൻ പ്രചരണ രംഗത്ത് ആദ്യം മുതൽ പുലർത്തിയ ഒരു മേധാവിത്വം, വാസവന്റെ അവിടുത്തെ വ്യക്തിബന്ധങ്ങൾ, ഇതൊക്കെ വെച്ച് കണക്കിലെടുക്കുമ്പോൾ അവസാന മണിക്കൂറുകളിലെ കോട്ടയത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ഏത് രീതിയിൽ വായിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതേണ്ടത്? കോട്ടയത്തിന്റെ രാഷ്ട്രീയ മനസ്സ് പരിശോധിക്കുമ്പോൾ നേരത്തെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം കൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ചേർത്ത് വെക്കുമ്പോൾ 7ാമത് ഒരു അട്ടിമറി വിജയത്തിലേക്ക് പോകും എന്നുള്ള തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷം. പ്രത്യേകിച്ച് വി എൻ വാസവൻ ഇവിടെ 4 പതിറ്റാണ്ട് കാലം ഈ കോട്ടയത്ത് സജീവമായി നിലകൊള്ളുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ജനകീയ ഇടപെടലുകൾ, രാഷ്ട്രീയത്തെ അതീതമായിട്ടുള്ള നിരവധി ജനകീയ ഇടപെടലുകളുണ്ട്. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം നേരിട്ട് വരികയും ഇടപെടുകയും ചെയ്യുന്ന ആ സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും എന്ന് തന്നെയാണ് ഇടതുപക്ഷം കണക്കാക്കുന്നത്. മാത്രവുമല്ല, ഇവിടെ അഭയം ചാരിറ്റബിൾ സൊസൈറ്റി അടക്കമുള്ള ചില ജനകീയ പ്രവർത്തനങ്ങൾ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമേകുന്ന നിരവധി പദ്ധതികൾ, അങ്ങനെ ഒരു മനുഷ്യ മനസ്സിലേക്ക് ഇടം പിടിക്കുന്ന രീതിയിൽ പാലിയേറ്റീവ് രംഗത്ത് അടക്കം തന്നെയുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഇതെല്ലാം തന്നെ പോസിറ്റീവായി മാറുമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ഡലത്തിന്റെ വിജയ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ 16 തവണ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 6 തവണ ഇടതുപക്ഷം ഇവിടെ ചെങ്കൊടി നാട്ടുമ്പോൾ ആ 6 തവണയും ഇടതുപക്ഷത്തോടൊപ്പം ഈ കോട്ടയം മണ്ഡലം നിൽക്കുന്നതിൽ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. മാത്രവുമല്ല, ഈ കോട്ടയത്ത് കൃത്യമായി സ്ഥാനാർത്ഥികളെ വിലയിരുത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതാണ് രാഷ്ട്രീയ ചരിത്രം. അങ്ങനെ നോക്കുമ്പോൾ ഇടതുപക്ഷം മികച്ചൊരു വിജയത്തിലേക്ക് ചുവടുവെക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. അതേസമയം UDF-നാകട്ടെ പല പ്രചരണ രംഗങ്ങളടക്കം തന്നെ സ്ക്വാഡുകൾ പോലും ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിന്നിരുന്നു എന്നുള്ളത് വലിയൊരു വീഴ്ചയായിട്ട് തന്നെയാണ് UDF നേതൃത്വം വിലയിരുത്തുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർ 7 തവണകൾ ഓരോ വീടുകളും കയറിയിറങ്ങുമ്പോൾ പോലും കൃത്യമായ രീതിയിൽ UDF-ന്റെ പ്രചരണ നോട്ടീസുകൾ പോലും എത്തിക്കുന്ന കാര്യത്തിൽ വീഴ്ചകൾ ഉണ്ടായി എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ UDF തങ്ങളുടെ ഉറച്ച കോട്ടയാണെന്ന് വിശ്വസിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ പറയുമ്പോൾ പോലും ആവർത്തിക്കുമ്പോൾ പോലും അവർക്ക് ചില ഇടങ്ങളിൽ പ്രചരണവുമായി എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വലിയൊരു ന്യൂനതയുണ്ട്. ഒപ്പം UDF-നകത്ത് നിൽക്കുന്ന പടലപ്പടക്കങ്ങൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള പ്രശ്നം. കാരണം ഇപ്പോൾ കെ എം മാണിയുടെ അസാന്നിധ്യമാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാക്കി എടുക്കുന്നത്. കാരണം കെ എം മാണിയുടെ അസാന്നിധ്യം ചർച്ചയാക്കുമ്പോൾ അതിലൂടെ സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF. എന്നാൽ UDF എന്ന് പറയുമ്പോൾ അത് കേരള കോൺഗ്രസ് എമ്മിനെ മാത്രം വേണം കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിലൊരു നീക്കം നടത്തുന്നതായി കാണാൻ. കാരണം UDF എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരും അതിനൊപ്പം ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ള ഒരു ന്യൂനത കൂടി ഇവിടെ ഉണ്ട്. ഇതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് നേതാക്കന്മാർ പറയുമ്പോൾ, അതായത് നേതൃസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് നേതാക്കൾ അവകാശപ്പെടുമ്പോൾ, താഴേക്കിടയിൽ അത്തരത്തിലേക്കുള്ള ഒരു യോജിപ്പിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വലിയ ചർച്ചയാകുന്നത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളും പ്രചരണത്തിന്റെ അഭാവം അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ക്വാഡ് വർക്കിന്റെ അഭാവമെല്ലാം തന്നെ UDF-ന് വിനയാകുമെന്ന് UDF നേതൃത്വം വിലയിരുത്തുമ്പോൾ പോലും അവർ പരസ്യമായി പറയുന്നത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല, എല്ലാം പരിഹരിക്കപ്പെട്ടു, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ വികസനം എന്നത് അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. കാരണം ഒരു രാജ്യത്തിന്റെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ആ രാജ്യത്തെ സ്ഥിതിവിശേഷങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമയത്ത് അവിടെ മുൻകാല നിന്ന് ജനപ്രതിനിധികൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളടക്കം ചർച്ചയാകേണ്ടതുണ്ട്. അവർ ആ മണ്ഡലത്തിന് എന്ത് ചെയ്തു എന്നുള്ള ചർച്ചയാകേണ്ടതുണ്ട്. എന്നാൽ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സഹതാപത്തിന്റെ ഭാഗത്തേക്ക് UDF നീങ്ങുന്നു എന്നുള്ളതാണ് കോട്ടയം മണ്ഡലത്തിൽ നിന്നുള്ള കാഴ്ചകളിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ശരി പ്രശാന്ത്, ഏതായാലും കോട്ടയത്ത് നിന്ന് പ്രശാന്താണ് സമഗ്രമായ ഈ വിവരങ്ങൾ നൽകിയത്. കോട്ടയം മണ്ഡലത്തിലെ അവസാന വട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഉഷാറായി ചൂടുപിടിച്ച് നടക്കുകയാണ്. ഏതായാലും സജീവ പ്രതീക്ഷയിലാണ് ഇടതുപക്ഷവും ഒപ്പം തന്നെ സീറ്റ് നിലനിർത്താൻ ഇറങ്ങുന്ന
കേരള കോൺഗ്രസ് മാണി വിഭാഗം, അതായത് UDF ഏതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്നു. ഒപ്പം NDA സ്ഥാനാർത്ഥി PC തോമസും ശക്തമായ മത്സരം അവിടെ കാഴ്ചവെക്കുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും വരും സമയങ്ങളിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും എങ്ങനെയായിരിക്കും കോട്ടയത്തെ രാഷ്ട്രീയപരമായ മറ്റ് ചലനങ്ങൾ എന്താണെന്നൊക്കെ ഇനിയും അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ പരസ്യ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി കൊട്ടിക്കലാശത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കോട്ടയവും കോട്ടയം നഗരത്തിലെ സെൻട്രൽ ജംഗ്ഷൻ അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ് കൊട്ടിക്കലാശത്തിന് വേണ്ടി വിവിധ മുന്നണികൾക്ക് ഇടങ്ങൾ നൽകിയിരിക്കുന്നത്. അവിടെയെല്ലാം പ്രവർത്തകർ ആവേശത്തോടെ എത്തുന്ന ആ നിമിഷങ്ങളിലേക്ക് ഇനി കാത്തിരിക്കുകയാണ്. ഏതായാലും മറ്റ് പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഈ ഒരു നിമിഷത്തിൽ. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. NK പ്രേമചന്ദ്രന്റെ ഒരു വെളിപ്പെടുത്തൽ, കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയുടെ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ നിരീക്ഷിക്കാൻ ഷാഡോ ടീമിനെ നിയോഗിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് കോൺഗ്രസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുമോ എന്ന കാര്യത്തിൽ അവർക്ക് തന്നെ RSPക്ക് തന്നെ വിശ്വാസമില്ലാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു ഷാഡോ ടീമിനെ നിയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ പ്രസക്തമായിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് NK പ്രേമചന്ദ്രൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. കോൺഗ്രസിനെ നിരീക്ഷിക്കാൻ, അവരുടെ പ്രവർത്തകരുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ RSPയുടെ ഒരു ഷാഡോ ടീമിനെ നിയോഗിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. രാജ്കുമാർ നൽകും വിശദാംശങ്ങൾ. രാജ്കുമാർ, എന്താണ് പ്രേമചന്ദ്രൻ പറയുന്നത്? അതായത് കോൺഗ്രസ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും എന്ന് RSPക്ക് തന്നെ ഒരു വിശ്വാസമില്ലാത്ത സാഹചര്യമായിരുന്നോ? അതുകൊണ്ടാണോ അവർ രഹസ്യമായി ഒരു ഷാഡോ ടീമിനെ നിയോഗിച്ചത്? അത്തരത്തിൽ പരസ്പര വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യമാണോ അവിടെ UDFനുള്ളിൽ ഉണ്ടായത് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന പ്രേമചന്ദ്രൻ തന്നെ ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത്. അതായത് ഇന്നലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രേമചന്ദ്രൻ തത്സമയ വീഡിയോ സംപ്രേഷണമായിരുന്നു. അതിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ, സുപ്രധാനമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യമാണ്, പ്രവർത്തിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണ് താൻ അവിടെ RSPയുടെ ഒരു ഷാഡോ ടീമിനെ മണ്ഡലത്തിലുടനീളം നിയോഗിച്ചിരുന്നു. കോൺഗ്രസിന്റെ പ്രവർത്തനം വിലയിരുത്തുകൂടി അവർ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ആക്ഷേപം മുഴുവനും വെറുതെയായിരുന്നു. കോൺഗ്രസ് കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്നാണ് പ്രേമചന്ദ്രൻ തന്നെ വെളിപ്പെടുത്തുന്നത്. ഇത് കോൺഗ്രസിൽ തന്നെ UDFിൽ തന്നെ വലിയ പൊട്ടിത്തെറിക്ക് ഇപ്പോൾ ഇടയാക്കിയിരിക്കുകയാണ്. UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ പ്രേമചന്ദ്രൻ RSPയുടെ നിരീക്ഷണ സംഘത്തെ അല്ലെങ്കിൽ ഷാഡോ പോലീസിനെ പോലെ ഒരു ഷാഡോ സംഘത്തെ നിയോഗിച്ചു എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഉയർത്തുന്നത്. കാരണം ഇത് ഒരു LDFോ അല്ലെങ്കിൽ BJPയോ ഉന്നയിച്ച ആരോപണമായിരുന്നില്ല. പ്രേമചന്ദ്രന്റെ തന്നെ സ്വന്തം വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിഷേധിക്കാൻ കഴിയാത്ത തെളിവാണ് പ്രേമചന്ദ്രൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുവരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണി LDFോ BJPയോ എന്തിന് UDFിൽ പോലും അതാത് പാർട്ടികൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഘടകകക്ഷികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിരീക്ഷിക്കുന്നതിന് ആരെങ്കിലും ഇതുവരെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു ഷാഡോ സംഘത്തിനെ നിയോഗിച്ചതായിട്ട് ഒരു UDFിന്റെ സ്ഥാനാർത്ഥി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നതും. പ്രത്യേകിച്ച് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇതിപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. പ്രേമചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടവർ മുഴുവനും അന്തം വിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. ഇത്രയും വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു UDFിന്റെ സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചോദിക്കുന്നു. എന്നാൽ പരസ്യ പ്രതികരണത്തിന് ആരും ഇതുവരെ തയ്യാറായിട്ടില്ല, മുതിരുന്നില്ല. അതേസമയം അവർക്കിടയിൽ ഇതൊരു വലിയ പൊട്ടിത്തെറിയും UDFിനകത്ത് തന്നെ വലിയ അമർഷവും പുകയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ ഷാഡോ സംഘത്തെ നിയോഗിച്ചുവെന്ന് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. വലിയ വിവാദങ്ങൾ, അതായത് വോട്ട് മറിക്കലടക്കമുള്ള BJPയുടെ വോട്ട് മറിക്കലടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിവാദങ്ങളിൽ പെട്ടുനിൽക്കുന്ന പ്രേമചന്ദ്രൻ ഇപ്പോൾ ഒരു തുറന്ന പറച്ചിൽ നടത്തിയിരിക്കുന്നു. അതായത് കോൺഗ്രസുകാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുമോ എന്ന് വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കാം അത്തരത്തിലൊരു ഷാഡോ ടീമിനെ നിയോഗിച്ചത് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. ഏതായാലും വലിയ ചർച്ചയായിരിക്കുകയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഈ വിഷയം. സാലി മുഹമ്മദ് ഉണ്ട്, ഒപ്പം തന്നെ ജോഷ്ലയും ഉണ്ട്. ജോഷ്ലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആദ്യം ജോഷ്ലേക്ക് വരാം. ജോഷ്ലെ, എങ്ങനെയാണ് ഈ അവസാന നിമിഷങ്ങളിൽ വടക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയപരമായ ചലനങ്ങളെ ഏത് രീതിയിലാണ് നിരീക്ഷിക്കേണ്ടത്? പ്രത്യേകിച്ചും വടകരയും വയനാടും അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ അടക്കമുണ്ട്. കാസർഗോഡും കണ്ണൂരും അടക്കം രാഷ്ട്രീയപരമായി ഏറെ പ്രത്യേകതകളുള്ള മണ്ഡലങ്ങൾ നിൽക്കുന്ന മേഖല കൂടിയാണ് വടക്കൻ കേരളം. എങ്ങനെയാണ് ഈ അവസാന നിമിഷങ്ങളിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയ ചലനങ്ങളെ നമ്മൾ കണക്കിലെടുക്കേണ്ടത്? മനു
പറഞ്ഞതുപോലെ തന്നെ വടക്കൻ കേരളം ഏറെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളാണ് വടക്കൻ കേരളത്തിലുള്ളത്. പ്രധാനമായും വയനാട്, അതുപോലെ തന്നെ വടകര മണ്ഡലങ്ങൾ. അതിന് മാത്രമല്ല ഇടതുപക്ഷ ആധിപത്യം പുലർത്തുന്ന അടിത്തറയുള്ള ചില മണ്ഡലങ്ങൾ വടക്കൻ കേരളത്തിലുണ്ട്. അത് കാസർഗോഡ്, ആലത്തൂർ എന്നീ മണ്ഡലങ്ങളാണ്, പാലക്കാട് എന്നീ മണ്ഡലങ്ങളാണ്. ഇത് കൂടാതെ കണ്ണൂർ, വടകര, കോഴിക്കോട് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ആധിപത്യം തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ എന്ന് വേണം പറയാൻ. വളരെ ചൂടേറിയ മത്സരമാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ നടക്കുന്നത്. പ്രവർത്തകരും അണികളും മുഴുവനായും തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇന്നലെ നടന്ന റോഡ് ഷോകൾ ഓരോ മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിൽ അടക്കം നടന്ന റോഡ് ഷോകൾ, ഓരോ കേന്ദ്രങ്ങളിൽ നടന്ന റോഡ് ഷോകൾ അത്രയ്ക്ക് ആവേശഭരിതമായിരുന്നു. അതിന്റെ ഒരു പാരമ്യത്തിലെത്തിയ അവസ്ഥ തന്നെയായിരിക്കും ഇന്നത്തെ കൊട്ടിക്കലാശം എന്ന് വേണം തിരിച്ചറിയാൻ. കാരണം വയനാട് തിരുവമ്പാടിയിലും അതുപോലെ തന്നെ വയനാടും നടന്ന റോഡ് ഷോകൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ റോഡ് ഷോകൾ, രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും അപ്രമാദിത്വമുള്ള ഒരു മണ്ഡലം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ദേശീയ നേതാക്കൾ ഇവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നാൽ പോലും ഇതിനെതിരെ കൃത്യമായും സുനീറിനെ വിജയിപ്പിക്കാനുള്ള ഒരു ആവേശമായി ഇടതുപക്ഷം ഇതിനെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് തെളിയിക്കുന്ന റോഡ് ഷോകളാണ് ഇന്നലെ അടക്കം കാണാൻ കഴിഞ്ഞത്. തിരുവമ്പാടിയിലെ എല്ലാ വീടുകളിലുള്ള കുട്ടികളടക്കം ആബാലവൃദ്ധം ജനങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ തിരുവമ്പാടി റോഡ് ഷോയിലേക്ക് ഇറങ്ങി കഴിഞ്ഞ കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വയനാട് മണ്ഡലത്തിൽ ഒരു വലിയ മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത്. അത് ദേശീയ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാകും വയനാടിലുള്ള മത്സരത്തിന്റെ ഫലം വരിക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ എളുപ്പമല്ല രാഹുൽ ഗാന്ധിക്ക് ജയിച്ചു കയറുക എന്നുള്ളത് എന്ന് തെളിയിക്കുന്ന റോഡ് ഷോകളാണ് ഇന്നലെ വരെ നടന്നിട്ടുള്ളത്. ഒന്നാമത് കർഷകരുടെ പ്രശ്നങ്ങൾ, ഇവയൊക്കെ വയനാട് ചർച്ചയാവുന്നുണ്ട്. ഘാട്ട് കരാർ വന്നത്, ആസിയാൻ കരാർ, ഇവയ്ക്കൊക്കെ രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടി വരുമെന്ന് ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി. മാത്രമല്ല ആദിവാസിയായ ജോഗിയെ കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം ആന്റണി മറുപടി പറയേണ്ടി വരുമെന്നും ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ നടന്ന റാലിയിൽ പ്രസംഗിക്കുകയുണ്ടായി. എന്തായാലും വയനാട് കർഷകരുടെ ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് കാർഷിക പ്രശ്നങ്ങൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലം കൂടിയാണ്. ഇതിന് കൃത്യമായും UPA ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ, നേരത്തെ ഭരിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ആസിയാൻ കരാറിനും ഘാട്ട് കരാറിനും രൂപം നൽകിയ അല്ലെങ്കിൽ ഒപ്പുവെച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടി വരും എന്ന് തന്നെയാണ് ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ പ്രസംഗിക്കുകയുണ്ടായത്. ഇതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു മണ്ഡലം വടകരയാണ്. വടകരയിലും രാഷ്ട്രീയം എന്നതിനപ്പുറം ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് നയം സ്വീകരിക്കും എന്നുള്ളതിനപ്പുറം ചർച്ച ചെയ്യപ്പെടുന്നത് അക്രമ രാഷ്ട്രീയമാണ്. പ്രധാനമായും UDF ആണ് അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. എന്താണ് തങ്ങളുടെ നയമെന്നോ ഇനി എന്താണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളതല്ല വിഷയമായിട്ട് അവർ എടുക്കുന്നത്. അവർ അക്രമ രാഷ്ട്രീയം പ്രചരിപ്പിച്ചുകൊണ്ട് വിജയം കൈവരിക്കുക എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. എന്നാൽ മറ്റൊരു കാര്യം, അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായ P ജയരാജനാണ് ഇവിടെ LDFിന് വേണ്ടി മത്സരിക്കുന്നത് എന്നുള്ളതാണ്. RSSന്റെ അക്രമത്തിന് ഇരയായ ഒരാൾ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു. ഇടതുപക്ഷം വടകര മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടി P ജയരാജനെ ഏൽപ്പിക്കുന്നു. ഇതൊക്കെ തന്നെ വടകര മണ്ഡലത്തിന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല എതിരാളിയായി വരുന്നത് K മുരളീധരനാണ്. K മുരളീധരൻ വരുമ്പോൾ തന്നെ കേരളത്തിന്റെ ഒരു ചരിത്രത്തിലേക്ക് ആളുകൾ പോകാനിടയുണ്ട്. K മുരളീധരന്റെ രാഷ്ട്രീയ ചരിത്രം, UDFന്റെ കേരളത്തിന്റെ ചരിത്രം എന്നിവയൊക്കെ അടിയന്തരാവസ്ഥ കാലം അടക്കം ചർച്ച ചെയ്യാൻ വടകരയിലെ ജനങ്ങൾ രാഷ്ട്രീയമായി ഏറെ പ്രബുദ്ധരായ ജനങ്ങളാണ് വടകര മണ്ഡലത്തിലെ ജനങ്ങൾ. ഒന്നാമത് തലശ്ശേരി മണ്ഡലവും അതുപോലെ തന്നെ കൂത്തുപറമ്പ് മേഖലകൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കോടിയേരി അടക്കമുള്ള സ്ഥലങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ആ ഭാഗത്തു നിന്നുള്ള ഒരു വൻ ഇടതുപക്ഷ അടിത്തറ P ജയരാജന് ലഭിക്കാനിടയുണ്ട്. ഇപ്പുറത്ത് പേരാമ്പ്ര അടക്കമുള്ള പ്രദേശങ്ങൾ, കുറ്റ്യാടി മാത്രമാണ് അല്പം ദുർബലമായി കിടക്കുന്നത്. എന്നാൽ മറ്റെല്ലാ സ്ഥലങ്ങളും ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറയുള്ള മേഖലകളാണ്. ഈ മേഖലകളിൽ നിന്നുള്ള വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം ഇടതുപക്ഷത്തിന് ലഭിക്കും. മാത്രമല്ല ലോക് താന്ത്രിക് ജനതാദൾ വിഭാഗം ഇപ്പോൾ കൂടെയുണ്ട്. ഇതിന്റെയൊക്കെ ഒരു കേന്ദ്രീകരണം, വോട്ട് കേന്ദ്രീകരണം ഉണ്ടാകും. എന്നാൽ അപ്പുറത്ത് ഒറ്റക്കെട്ടായി RSS UDF ഒരു കൃത്യമായ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ P ജയരാജനുള്ള ഒരു സപ്പോർട്ട് എന്നുള്ള നിലയിൽ, ഇടതുപക്ഷ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ വോട്ടായി മാറും എന്നാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. മനു, ശരി, ജോഷ്ലയിലേക്ക് വരാം. ഇപ്പോൾ
സാലി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം മധ്യ കേരളത്തിലെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. സാലി, നമ്മൾ നേരത്തെ മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്കൊക്കെ പറഞ്ഞു പോയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആലപ്പുഴയിലേക്കും മാവേലിക്കരയിലേക്കും കൂടി വരേണ്ടതുണ്ട്. ആലപ്പുഴയിൽ AM ആരിഫും ഒപ്പം തന്നെ ഷാനിമോൾ ഉസ്മാനും മത്സരിക്കുന്നു. മാവേലിക്കരയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ചിറ്റയം ഗോപകുമാറും കൊടിക്കുന്നിൽ സുരേഷും ഏറ്റുമുട്ടുന്നു. ഇവിടുത്തെ ഒരു സാധ്യതകൾ ഈ അവസാന മണിക്കൂറുകളിലെ പരസ്യ പ്രചരണത്തിന്റെ ഘട്ടത്തിൽ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? കാരണം ഏറെ പ്രതിസന്ധികൾക്ക് അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിലാണ് ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ആരിഫ് അവിടെ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിൽ പ്രചരണ രംഗത്ത് മേധാവിത്വം സ്ഥാപിച്ചിരുന്നു. KC വേണുഗോപാൽ തോൽവി ഭയന്ന് ഇട്ടിട്ട് പോകുന്നു എന്ന് വരെ പറയപ്പെട്ട ഒരു സാഹചര്യം ആലപ്പുഴയിൽ ഉണ്ടാകുന്നു. മറുവശത്ത് മാവേലിക്കരയിലേക്ക് വരികയാണെങ്കിൽ പ്രളയകാലത്ത് കാണാൻ കഴിയാതിരുന്ന MP എന്ന ചീത്തപ്പേര് വരെ ഒരു ഘട്ടത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന് നേരെ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. ചിറ്റയം ഗോപകുമാർ അടൂരിലേക്ക് വളരെ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന നല്ല MLA എന്ന് പേരെടുത്ത ചിറ്റയം അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ ചിത്രത്തെ നമ്മൾ ഈ പരസ്യ പ്രചരണത്തിന്റെ അവസാന മിനിറ്റിൽ വായിച്ചെടുക്കേണ്ടത്? ഈ രണ്ട് മണ്ഡലങ്ങളിലും മനു പ്രചരണ രംഗത്ത് വലിയ മുന്നേറ്റം ഇടതുമുന്നണി കാഴ്ചവെച്ച രണ്ട് മണ്ഡലങ്ങളാണ്. അതിൽ മനു സൂചിപ്പിച്ച പ്രധാന ഘടകങ്ങൾ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. കാരണം നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, രണ്ട് മണ്ഡലങ്ങളിലും LDF, രണ്ട് മണ്ഡലങ്ങളിലും UDFന്റെ സ്ഥാനാർത്ഥികൾ വൈകി. അതിൽ ആലപ്പുഴയിലേക്ക് വന്നാൽ KC വേണുഗോപാൽ വീണ്ടും ജനവിധി തേടും എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. പക്ഷേ KC വേണുഗോപാൽ മത്സരിക്കാനേ ഇല്ല ആലപ്പുഴയിൽ എന്ന സ്ഥിതിയിലേക്ക് എത്തി. പകരം വന്ന പല പേരുകളും ആലപ്പുഴ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഒടുവിലാണ് ഷാനിമോൾ ഉസ്മാന്റെ പേര് വന്നത്. ഷാനിമോൾ ഉസ്മാൻ വയനാടിലാണ് മത്സരിക്കുക എന്ന് തന്നെ ഷാനിമോൾ ഉസ്മാൻ തന്നെ ഒരു ഘട്ടത്തിൽ പറയുകയും ചെയ്തു. അപ്പോൾ ഒരർത്ഥത്തിൽ UDFൽ സ്ഥാനാർത്ഥികൾ ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്ന ഒരു മണ്ഡലമായിരുന്നു ആലപ്പുഴ എന്ന് പരിഗണിക്കേണ്ടി വരും. അതിന് പ്രധാന രണ്ട് കാരണങ്ങൾ: ഒന്ന്, ആലപ്പുഴയുടെ രാഷ്ട്രീയ ചിത്രം LDFന് അനുകൂലമാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, LDF നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു, അത് AM ആരിഫാണ്. അരൂരിൽ നിന്നുള്ള നിയമസഭാ അംഗം, വളരെ ജനകീയനായ ജനപ്രതിനിധി എന്ന പേരെടുത്തയാൾ, വികസന കാര്യത്തിലൊക്കെ സ്വന്തമായി നിലപാടുള്ളയാൾ, വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നയാൾ, രാഷ്ട്രീയത്തിന് അപ്പുറം കടന്നു കയറാൻ കഴിയുന്ന രാഷ്ട്രീയ വ്യക്തി സ്വാധീനമുള്ളയാൾ. അങ്ങനെ ഒരുപാട് ഇമേജ് ഉണ്ട് ഈ AM ആരിഫിന്. അതുകൊണ്ട് AM ആരിഫ് വരികയും ആലപ്പുഴയുടെ രാഷ്ട്രീയ ചിത്രം LDFന് അനുകൂലമാവുകയും ചെയ്തതോടെ ആ മണ്ഡലം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ പല കോൺഗ്രസ് നേതാക്കളും വിമുഖത കാണിച്ചു എന്നുള്ളത് തുടക്കത്തിൽ ശരിയാണ്. പക്ഷെ പ്രചരണ രംഗം കൊഴുത്തതോടെ ഷാനിമോൾ ഉസ്മാൻ വന്നതോടെ ചിത്രം മാറി. കാരണം AM ആരിഫ് രണ്ടാം റൗണ്ട് പൂർത്തിയായ ശേഷമാണ് ഷാനിമോൾ ഉസ്മാൻ പ്രചരണ രംഗത്ത് വന്നത്. പക്ഷേ ആ അവസാന ഘട്ടത്തിലെത്തിയെങ്കിലും, അവസാന ഘട്ടത്തിലാണ് ചിത്രത്തിലേക്ക് വന്നതെങ്കിലും ഷാനിമോൾ ഉസ്മാൻ ഓടിയെത്താൻ ശ്രമിച്ചു. അത് ഒരു പരിധി വരെ ആ ഓടിയെത്തുന്നതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രചരണം എല്ലാ രംഗത്തും എത്തിക്കുന്നതിൽ, എല്ലായിടത്തും എത്തിക്കുന്നതിൽ UDFും അവസാന നിമിഷമായപ്പോൾ ഏതാണ്ട് ഓടിയെത്തുന്ന സാഹചര്യം എത്തി. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആലപ്പുഴയുടെ രാഷ്ട്രീയ ചിത്രം, തെരഞ്ഞെടുപ്പ് ചിത്രം എന്ന് തന്നെ പറയേണ്ടി വരും. AM ആരിഫ് തുടക്കത്തിൽ നേടിയ മേൽക്കൈ അവസാനം വരെ പുലർത്തിയിട്ടുണ്ട്. രാഷ്ട്രീയമായും LDF മേൽക്കൈ നേടിയിട്ടുണ്ട്. കാരണം പ്രളയവും പ്രളയാനന്തര പുനർനിർമ്മാണവും ഒക്കെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഒക്കെ LDFന് ഒരു മേൽക്കൈ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. കാരണം LDFന് ആ ജില്ലയിൽ നിന്ന് തന്നെ മന്ത്രിമാരുണ്ട്. അവർക്ക് വ്യക്തിപരമായ സ്വാധീനങ്ങളുണ്ട്. ആ മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തി. അതൊക്കെ LDFന് വലിയ മേൽക്കൈ നേടിക്കൊടുത്ത കാര്യങ്ങളാണ്. ഒപ്പം AM ആരിഫിന്റെ വ്യക്തിബന്ധങ്ങളും വ്യക്തിപ്രഭാവവും അധിക മുതൽക്കൂട്ടായി LDFനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ ഷാനിമോളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കൊടുമ്പിരി കൊണ്ട പ്രചരണം അവിടെ നടത്തി. അവസാന നിമിഷമായപ്പോൾ ഏതാണ്ട് ഓടിയെത്തി, ഒപ്പത്തിനൊപ്പം പ്രചരണ രംഗത്ത് എത്തി എന്ന് പറയാം. പക്ഷേ അവസാനം വരെയും മേൽക്കൈ പ്രചരണ രംഗത്ത് നിലനിർത്താൻ ആരിഫിന് കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിന്റെ മറ്റൊരു സുപ്രധാന ഘടകമായി വരിക അവിടെ ഉള്ള BJP കാൻഡിഡേറ്റാണ്. BJP സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ കോൺഗ്രസിന്റെ സജീവ നേതൃരംഗത്തും സാംസ്കാരിക മേഖലയിലും ഒക്കെ ഉണ്ടായിരുന്ന സജീവ മുഖമായിരുന്നു. എറണാകുളം കേന്ദ്രീകരിച്ചും സംസ്ഥാന വ്യാപകമായും PSC ചെയർമാൻ എന്ന നിലയ്ക്കൊക്കെ വലിയ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു മുഖമായിരുന്നു KS രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുമ്പേ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് BJP പാളയത്തിലേക്ക് അദ്ദേഹം പോവുകയുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ആ ഒരു ജാള്യതയുണ്ട്. കാരണം കോൺഗ്രസിനെതിരെ സംസ്ഥാന വ്യാപകമായി ഇടതുപക്ഷം ഉയർത്തുന്ന പ്രധാന ആരോപണം ഇവരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ലാത്തവരാണ്. ജയിച്ചാൽ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ വിഷ്ണു പ്രസാദ് കൊച്ചിയിൽ നിന്നും തത്സമയം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രചരണത്തിന്റെ ആവേശ കാഴ്ചകൾ പങ്കുവയ്ക്കാനായി. വിഷ്ണു, ഇപ്പോഴെന്താണ് വിഷ്ണു നമുക്ക് കാണാൻ കഴിയുന്നത്? വലിയൊരു ആവേശ കാഴ്ചയാണോ? വിഷ്ണു ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന മിനിറ്റുകൾ ആവേശത്തോടെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണോ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്?
മനു, രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടമാണ് രാജീവിനെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഒരു ഭാഗമായി തന്നെ ഇന്ന് രാജീവിന്റെ പ്രചരണം ആരംഭിച്ചതന്നെ ഇന്നൊരു ഈസ്റ്റർ ദിനമായതുകൊണ്ട് തന്നെ ഇവിടെ ചാവറ കൾച്ചറൽ സെന്ററിലെത്തി അവിടെ നിന്ന് പ്രഭാത ഭക്ഷണത്തിൽ പങ്കുചേർന്ന ശേഷമാണ് രാജീവ് പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയത്. തുടർന്ന് മണ്ഡലത്തിന്റെ അതിർത്തിയായ പൂത്തോട്ടയിൽ വെച്ചാണ് ഇന്നത്തെ ഈ ഒരു തുറന്ന വാഹനത്തിലുള്ള ഒരു പ്രചരണം അല്ലെങ്കിൽ കൊട്ടിക്കലാശത്തിലേക്കുള്ള അവസാന മണിക്കൂറുകളിലേക്കുള്ള ഒരു ആരംഭം കുറിച്ചത് അവിടെ നിന്നായിരുന്നു. വലിയ രീതിയിൽ ഉള്ള ഒരു ജനപ്രവാഹം തന്നെയാണ് രാജീവിന്റെ ഈ ഒരു പ്രചരണ റാലിയിൽ നമുക്ക് ഉടനീളം കാണാൻ സാധിച്ചത്. നിരവധി വാഹനങ്ങളും അതുപോലെ തന്നെ മറ്റു അനൗൺസ് വാഹനങ്ങളും എല്ലാമായി പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും നിരവധി ആളുകളാണ്, അല്ലെങ്കിൽ നൂറുകണക്കിന് തന്നെ ആളുകളാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും രാജീവിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. പൂക്കളുമായും മറ്റ് ചെണ്ടുകളുമായും എല്ലാം തന്നെ രാജീവിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. സ്ഥാനാർത്ഥികളിലേക്ക് ഒരു വട്ടം കൂടി എത്താനുള്ള അവസാനവട്ട അല്ലെങ്കിൽ ആ ഈ ഒരു അവസാന ദിവസത്തെ ആ ഒരു പൂർണ്ണതയിലേക്കാണ് രാജീവിന്റെ ഈ ഒരു കൊട്ടിക്കലാശം ഇന്ന് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 7 മണ്ഡലങ്ങൾ ചേർന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. വൈപ്പിൻ, കൊച്ചി, പറവൂർ, തൃപ്പൂണിത്തുറ, തൃക്കാക്കര, എറണാകുളം തുടങ്ങി 7 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഈ 7 മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ന് രാജീവ് എത്തുന്നു എന്ന് തന്നെയാണ് അതിന്റെ പ്രത്യേകത. രാവിലെ 9:30 ആരംഭിച്ച് വൈകിട്ട് 6 മണിക്ക് വരെയാണ് ഇന്ന് അനുവദിച്ച സമയം. 6 മണിയോട് അടുപ്പിച്ച് ഇവിടെ എറണാകുളത്ത് വെച്ച് തന്നെ ഇവിടെ കൊച്ചിയിൽ കലാശക്കൂട്ട് നടക്കും. പാലാരിവട്ടം ജംഗ്ഷനിലാണ് കലാശക്കൂട്ട് നടക്കുന്നത്. ഏറെ ജനസമുദ്രമായ മുൻവർഷത്തെ ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു നമുക്ക് മാതൃകയായിട്ട്. എന്നാൽ ഇക്കുറി അതിനെ എല്ലാത്തിനെയും തിരുത്തുന്ന അല്ലെങ്കിൽ മറികടക്കുന്ന കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആളുകൾ അണിനിരക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് രാജീവിന്റെ കലാശക്കൂട്ടിന് വേണ്ടി നടക്കുന്ന റാലിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ റോഡ് ഷോയിൽ സിനിമാ താരങ്ങളും അതുപോലെ മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥികളും രാജീവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എത്തിയിരുന്നു. രാജീവ് എന്ന വ്യക്തി മഹാരാജാസുകാർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്നുള്ള ഒരു കാഴ്ച അവസാന ദിവസം നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയിലും അല്ലെങ്കിൽ ഈ ഒരു റോഡ് ഷോയിലും നമുക്ക് കാണാൻ സാധിച്ചു. ഇതിനു മുൻപും പ്രധാനമായും മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ പ്രചരണ പരിപാടികളിൽ ബഹുദൂരം മുന്നിലാണ് രാജീവ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇടതുപക്ഷം എറണാകുളം മണ്ഡലത്തിലേക്ക് രാജീവിനെ നിശ്ചയിച്ച് ഏതാണ്ട് രാജീവ് 2 റൗണ്ട് പ്രചരണം പൂർത്തിയാക്കിയ ശേഷമാണ് UDFന് ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ലഭിച്ചത്. സിറ്റിംഗ് MP മാറ്റി നിർത്തിയ ഒരു മണ്ഡലം കൂടിയായിരുന്നു എറണാകുളം. ഇതിന്റെ എല്ലാം തന്നെ ഒരു പ്രശ്നങ്ങൾ UDFനും പുകഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഏറെ മേൽക്കൈ LDFന് എറണാകുളം മണ്ഡലത്തിൽ ഇത്തരത്തിൽ ഈ ഒരു സ്ഥാനാർത്ഥിത്വം നേരത്തെ നിശ്ചയിച്ചതിലൂടെ തന്നെ നേടാൻ കഴിഞ്ഞു. ആ ഒരു ഓളം ഇപ്പോഴും അത് സൂക്ഷിക്കാൻ അല്ലെങ്കിൽ അത് അതിന്റെ ശോഭ കെടാതെ കൊണ്ടു നടക്കാൻ ഇടതുപക്ഷത്തിനായി എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സജീവമായ ചർച്ചകളിലും സമൂഹത്തിന്റെ വിവിധ ജനവിഭാഗങ്ങളോടും രാജീവ് സംവദിച്ചിട്ടുണ്ടായിരുന്നു. ടെക്കികൾ, വിദ്യാർത്ഥികൾ, കർഷകർ, അതുപോലെ തന്നെ തീരദേശ നിവാസികൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരുമായി രാജീവ് സംവാദങ്ങൾ നടത്തിയിരുന്നു. അവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയമായിരുന്നു എന്ത് വേണം എറണാകുളത്തിന് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു എറണാകുളത്തിന്റെ ഭാവി പുനർനിർവചിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രിക രാജീവ് പുറത്തിറക്കിയത്. ഇതെല്ലാം തന്നെ ഈ തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം പ്രചരണത്തിന്റെ ആദ്യഘട്ടം മുതൽ രാജീവിന് ലഭിച്ചിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഇത് കൂടാതെയാണ് ഈ റോഡ് ഷോകൾ ഉൾപ്പെടെയുള്ള പ്രചരണ പരിപാടികളിൽ രാജീവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ രാജീവിന് വേണ്ടിയുള്ള ജനങ്ങളുടെ സാന്നിധ്യം രണ്ടും ഒരുപോലെ ഉയർന്നു നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ എരൂർ ഭാഗത്ത് ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇപ്പോൾ എരൂരാണ് ഇപ്പോൾ പിന്നിട്ട് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലാണ് ഇപ്പോൾ രാജീവിന്റെ പര്യടനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഉൾപ്പെടെ നിരവധി പേർ വഴിയരികിൽ പൂക്കളുമായി കാത്തു നിൽക്കുകയാണ്. രാജീവിന്റെ വാഹനം കടന്നു പോകുമ്പോൾ പുഷ്പവൃഷ്ടി നടത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് എറണാകുളത്തുള്ളത്. കൂടാതെ ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 മണിക്കൂറുകളോളം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു 7-8 മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ബാക്കി 6ഓളം നിയോജക മണ്ഡലങ്ങളിൽ എത്തേണ്ടതുണ്ട്. അതിനാൽ തന്നെ അതിശീഘ്രമായ അല്ലെങ്കിൽ വളരെ എല്ലാ ആളുകളിലേക്കും എത്തുന്ന തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടി തന്നെയാണ് രാജീവിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ കൃത്യമായ മുൻകരുതലോടുകൂടി അല്ലെങ്കിൽ ഇന്ന സമയത്ത് എത്തുമെന്നുള്ള ഇതറിഞ്ഞിട്ട് തന്നെയും ഈ ഒരു വെയിലത്തും കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് എറണാകുളം. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം. സമഗ്രമായ വിശദാംശങ്ങളിലേക്ക് തിരികെ
ഏതായാലും പരസ്യ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഇനി കൊട്ടിക്കലാശത്തിന്റെ ആവേശ കാഴ്ചകളിലേക്ക് നിൽക്കുകയാണ് രാഷ്ട്രീയ കേരളം. സമഗ്രമായ പ്രചരണമാണ് ഈ മിനിറ്റുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ വിവിധ മണ്ഡലങ്ങളിൽ റോഡ് ഷോ അടക്കമുള്ള പ്രധാനപ്പെട്ട പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ആവേശകരമായ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന്റെ അവസാന മിനിറ്റുകൾ പുരോഗമിക്കുന്നു. ഇന്ന് വൈകിട്ട് കൊട്ടിക്കലാശം നടക്കും. അതിനുശേഷം നാളെ നിശബ്ദ പ്രചരണം, അതിനുശേഷം മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക്